എൻ്റെ രഘു, നീ ഇതെന്ത് ഭാവിച്ചങ്ങനെ തുടങ്ങുന്നത്? ഞാൻ നിന്നോട് ആമയുടെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞത്, ആ ചെക്ക് തിരിച്ചു വാങ്ങിയതൊക്കെ എന്തിനാണെന്ന് നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നീ ആ പണം അവൾക്ക് കൊടുത്ത അത് നിനക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവാണ്. ബാങ്ക് അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ എന്നൊരു ചോദ്യത്തിനായിട്ട് തന്നെ നിൽക്കും. നീ അവൾക്ക് എന്തിനു പണം കൊടുത്തു എന്ന് ചോദ്യം വന്നാൽ നിനക്ക് എന്ത് ഉത്തരവുണ്ട്? എനിക്കവരെ സഹായിക്കാൻ തോന്നി, ഞാൻ സഹായിച്ചു. അവരെക്കാളൊക്കെ കഷ്ടതയും ആവശ്യതയും അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുള്ളപ്പോൾ നീ അവരെ മാത്രം സഹായിക്കുന്നത് എന്തിൻ്റെ പേരില? എന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് സംശയിക്കില്ലേ? 100 ന്യായങ്ങൾ നിനക്കുണ്ടാവും. പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് നിന്റെ കുറ്റബോധം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ഒറ്റക്കാര്യം മതി ആ സ്വർണം നിന്റെ കയ്യിലുണ്ടായിരുന്നു തെളിയാൻ. അങ്ങനെ ഒരു തെളിവ് നിന്റെ പേരിലുണ്ടായാൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് നീ മാത്രമായിരിക്കില്ല, നിനക്ക് ചുറ്റുമുള്ളവരും നിന്റെ കുടുംബത്തിലെ എല്ലാവരും ആയിരിക്കും. എടാ, വെറുതെ എന്തിനാ അപകടം വിളിച്ചു വരുത്തുന്നത്? ആകെ കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ വീണ്ടും ആ കാര്യം സംസാരിക്കുന്നത്? ശരി, ഞാനതിന് പറയുന്നില്ല. നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെങ്കിൽ പിന്നെന്തിനാ എന്നോട് അകൽച്ച? നിനക്ക് കമ്പനിയിലേക്ക് വന്നൂടെ? അത് വേണ്ടെങ്കിലേ, ഇനി അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? അത് വേണ്ട. ഒരിക്കലും വേണ്ടാന്ന് വെച്ചിറങ്ങിയ സ്ഥലത്തേക്ക് പിന്നെയും വന്നിരിക്കാൻ മനസ്സ് സമ്മതിക്കില്ല. ഞാൻ ഇനി ആർക്കും ഒരു ബാധ്യത അവൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളുമില്ല. ഈ ജീവിതം ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് തീരട്ടെ. എടാ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള അവസ്ഥയോ പ്രായോ എന്തെങ്കിലും നിനക്കായോ? നിനക്കൊരു കുടുംബമുണ്ട്, ഭാര്യയും കുഞ്ഞുണ്ട്. അതൊന്നും നീ മറക്കരുത്. അവർക്കൊന്നും എന്നെ വേണ്ടെങ്കിലേ, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ട. ഇനിയിപ്പോ ആരെങ്കിലും മനസ്സറിഞ്ഞ് സഹായിക്കാൻ ചെന്നാലോ അവർക്കും വേണ്ട, കമ്പനിക്കും വേണ്ട, ആർക്കും വേണ്ട. സ്നേഹിക്കാനും ആരുമില്ല, സ്നേഹിക്കപ്പെടാനും വഴിയില്ല. പിന്നെ എന്തിനാ ജീവിതം? ഈ സമയത്ത് നീ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചൂട്ടി സ്വയം മനസ്സിലുണ്ടാക്കുന്ന തോന്നലുകളാണത്. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അങ്ങ് മാറും. അതൊക്കെ പ്രതീക്ഷകളാ. സത്യം അതും തമ്മിലെ ഒത്തിരി ദൂരം ഉണ്ടെങ്കിലേ. വെറുതെ ഓരോന്ന് പറഞ്ഞ് അങ്ങള് വെറുതെ മേക്കണുണ്ട്. ഞാനെന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അതിന് ആര് പറഞ്ഞാലും മാറാൻ പോകുന്നില്ല. രഘു, എടാ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. വേണ്ടെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട. ആരുടെ ഉപദേശം കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അങ്കിൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. മാഷിനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഞാനൊന്നും പറയാതിരുന്നത്. പക്ഷേ ഇനിയെങ്കിലും രഘുവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവനെ നമുക്ക് നഷ്ടമാകും. അതാ ഞാൻ വന്നത്. ഒരാൾ സ്വയം നശിക്കാൻ തീരുമാനിച്ച ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഭാനുമേ. നീ വിചാരിക്കുന്നതിനേക്കാൾ മോശം അവസ്ഥയിലേക്കാ രഘു പോകുന്നത്. എല്ലാം കൈവിട്ടു പോയിട്ട് പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതുമാത്രമല്ല, രഘുവും ദാസാറും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. അവൻ കമ്പനി വിട്ടമട്ട.